നാളെ കേരളത്തിലെ ഏത് ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുകയാണെന്നുണ്ടെങ്കിലും അത് ഫിസിക്സ് എക്സാം ആണോ, നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യത്തിൽ ബഹുഭൂരിപക്ഷവും ഈ ബോർഡിലുള്ള ചോദ്യങ്ങളായിരിക്കും. ഓക്കെ അല്ലേ? സോ ഗൈസ്, ഇത് ഞങ്ങൾ തരുന്ന വാക്ക് സത്യം. ഓക്കെ, നമ്മൾ തുടങ്ങാം. സോ നമ്മൾ പ്രഡിക്ഷൻ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ചില കുട്ടികൾ CK ഒരു കാര്യം ചോദിക്കും, ഇത് മാത്രം പഠിച്ചാൽ മതിയോന്ന്, ഈ വീഡിയോ മാത്രം കണ്ടാൽ മതിയോന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ ചോദിക്കുകയാണ് ഇത് മാത്രം കണ്ടാൽ ഫുൾ A+ കിട്ടുമോ, ഞങ്ങൾ ഇനി വേറെ ഒന്നും കാണണ്ടല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്കുള്ള മറുപടി ഇതാണ്. സുഹൃത്തുക്കളെ, ഞാനിത് ഏതാ സിനിമ എന്നൊന്നും പറഞ്ഞില്ല, അതാണ് സത്യാവസ്ഥ. സുഹൃത്തുക്കളെ, എന്താണ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു തരിക. ഇതെന്തായാലും പഠിക്കണം, അതാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാതെ ഇത് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോളി എന്നതിന് അർത്ഥമില്ല. ഇതെന്തായാലും പഠിക്കണം. ഓക്കെ അല്ലേ? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. ആദ്യം എന്താണ് ചോദിക്കുക, നിങ്ങളോട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വേവ് തരും. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്, ഏതെങ്കിലും ഒരു ടൈപ്പ് വേവ് തരും, ഒരു തരംഗം തരും. പിന്നെ ഒന്നെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, അല്ലെങ്കിൽ എന്താ വേവിൻ്റെ സ്പീഡ്, ആയതി, ആവൃത്തി, അല്ലെങ്കിൽ തരംഗത്തിൻ്റെ വേഗത. അങ്ങനെ ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും. ഇനി രണ്ടാമത് എന്താണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, പ്രോബ്ലം ടു ഫൈൻഡ് പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. ഈ പീരീഡും ഫ്രീക്വൻസിയും കാണാനുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, അത് വേറെ തന്നെ ചിലപ്പോൾ ചോദിക്കും. ഇനി അടുത്തതാണ് സീസ്മിക് വേവ്സ്. ഈ സീസ്മിക് വേവ്സ് ഇല്ലേ, ഭൂകമ്പത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന സീസ്മിക് വേവ്സ്, ആ തരം ടൈപ്പ് വേവുകളെ പറ്റിയിട്ടും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. മറ്റൊരു ചോദ്യമാണ് എക്കോ. എൻ്റെ പൊന്നു മക്കളെ, എടാ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഫോർ എക്സാമ്പിൾ എന്താ, ഒരു കപ്പൽ കടലിന്റെ മേലെ കൂടെ ഇങ്ങനെ പോവാണ്. അപ്പോൾ ആ കപ്പൽ ഒരു സോണാറിൽ നിന്ന് ഒരു സൗണ്ട് ഉണ്ടാക്കി, ആ സൗണ്ട് ഒരു ഇത്ര സെക്കൻഡ് ശേഷം തിരിച്ചു വന്ന്, അത് ചിലപ്പം കപ്പലായിട്ട് വരാം, ചിലപ്പം വേറെ എന്തെങ്കിലും ആയിട്ട് വരാം. എങ്ങനെയായാലും ആ ഒരു എക്കോ അല്ലെങ്കിൽ പ്രതിധ്വനി ആ കുന്നിലേക്കുള്ള അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആ ഒരു സ്ഥലത്തേക്കുള്ള അകലം കാണാനുള്ള, ഡിസ്റ്റൻസ് കാണാനുള്ള ടൈപ്പ് പ്രോബ്ലം ഉറപ്പായിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. സോ അതെന്തായാലും കാണുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇവിടെ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ടൈപ്പ് ചോദ്യമാണ് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡൽ വേവും തമ്മിലുള്ള വ്യത്യാസം. അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും തമ്മിലുള്ള വ്യത്യാസം. ചിലപ്പോൾ ഇവിടെ എക്സാമിനേക്കും അതിന് എക്സാമ്പിൾ എന്താണ്, ഏതാ ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾ എന്താ, ലോഞ്ചിറ്റ്യൂഡൽ വേവിന്റെ എക്സാമ്പിൾ എന്താ, അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താ. സോ അതും നിർബന്ധമായിട്ടും പഠിക്കണം. അടുത്തൊരു ചോദ്യമാണ് റെസണൻസ്, അനുനാദം. അനുനാദത്തിനെ പറ്റി ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ അനുനാദം നന്നായിട്ട് പഠിച്ചോ, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചോ. നല്ലൊരു ചോദ്യം അനുനാദത്തിൽ നിന്നുണ്ടാവും. ആൻഡ് ഫൈനലി ഈ പാഠത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓഡിബിൾ റേഞ്ച്, ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി. മനുഷ്യന്മാർക്ക് എത്ര മുതൽ എത്ര വരെയാണ് കേൾക്കാൻ പറ്റുക, അതിൽ 20 ഹെർട്സിന് താഴെയുള്ളതിന് എന്താ പറയുക, 20,000 ഹെർട്സിന് മുകളിലുള്ളതിന് എന്താ പറയുക. സോ ഈ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അൾട്രാസോണിക്കിന്റെ ഉപയോഗങ്ങൾ എന്താണെന്നൊക്കെ. ഇതാണ് ഒന്നാമത്തെ പാഠത്തിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ. ഇതിൽ നിന്ന് ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും, ഗ്യാരണ്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠത്തിലേക്ക് കിടക്കാം. സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരുപാട് പേടികൾ ഉണ്ടാവും മക്കളെ. നമ്മൾ ഈ പറയുന്ന ടോപ്പിക്സ് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്തിട്ട് ഇത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വേറെ തപ്പിപ്പോയാൽ മതി. സോ സെക്കൻഡ് ചാപ്റ്ററിലെ ലെൻസിൽ റേ ഡയഗ്രാം വരയ്ക്കാനുള്ള ചോദ്യം ഗ്യാരണ്ടിയാണ്. നിങ്ങളോട് വരയ്ക്കാനും പറയും. മേ ബി അവർ ചിത്രം വരച്ചിട്ട് അതിൻ്റെ നേച്ചർ, അതായത് അതിൻ്റെ ഇമേജിൻ്റെ പ്രതിബിംബത്തിൻ്റെ സ്വഭാവം പ്രെഡിക്റ്റ് ചെയ്യാനും നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അതിൽ വളരെ കൺഫ്യൂഷനുള്ള ഒരുപാട് പേരുണ്ട്. റേ ഡയഗ്രത്തിൽ ഏത് വരും എന്നുള്ള കാര്യത്തിലാണ്. മക്കളെ, കോൺവെക്സിൽ 6 കേസ് ഉണ്ട്, 6 കേസ്. അതിൽ നിങ്ങൾ മസ്റ്റായിട്ട് 3 കാര്യങ്ങൾ മസ്റ്റായിട്ട് റിവൈസ് ചെയ്യണം. അതിൽ സ്പെഷ്യൽ കേസ് വരുന്ന 2F, F ആൻഡ് ലെൻസ്, ഇത് 3ഉം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. ഇനി കോൺകേവിൻ്റെ കേസിൽ ഒറ്റൊന്നേ ഉള്ളൂ, അതങ്ങ് പഠിച്ചേക്ക്. ഇത് ആണ് കൂടുതൽ ചാൻസ് ഉള്ള ചോദ്യം, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതാണ്. ഇനി ഇമേജ് ഫോർമേഷൻ കോൺവെക്സിൻ്റെ ആ ടേബിൾ ഇല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതിന് അതിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൽ സ്വഭാവങ്ങളും കാര്യങ്ങളും പറയും. ഇനി പവർ കാണുന്ന, ലെൻസിൻ്റെ പവർ കാണുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് ഷുവറായിട്ടും വരും. യൂണിറ്റ് ഒക്കെ അറിഞ്ഞു വെക്കുക, തെറ്റിക്കരുത് കേട്ടോ. ഇനി മാഗ്നിഫിക്കേഷൻ കാണുന്ന ചോദ്യം മിക്കവാറും അതിൻ്റെ UVF, അതായത് ഇമേജ് ഫോർമേഷൻ, അതിൻ്റെ ലെൻസ് ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം ഇല്ലേ, അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് മാഗ്നിഫിക്കേഷനും അതിൽ തിരിച്ചു ചോദിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതായത് മാഗ്നിഫിക്കേഷൻ വെച്ചൊരു സ്വഭാവം ചോദിക്കുന്ന ചോദ്യങ്ങളും ചാൻസ് ഉണ്ട് കേട്ടോ. മസ്റ്റായിട്ട് പറയാം. നമ്മൾ ഇന്ന് ലൈവിലൊക്കെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, രാത്രി നടക്കുന്ന ലൈവിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഫൈനൽ ടോപ്പിക്, ഈ മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും. ശ്രദ്ധിച്ച മക്കളെ, മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും 8 മുതൽ മാർക്കിന് വരുന്ന സെഷൻ, ലാസ്റ്റ് സെഷൻ ഇല്ലേ, അവിടെ ആയിരിക്കും നിങ്ങൾ മൈക്രോസ്കോപ്പോ ടെലിസ്കോപ്പോ കാണാം. ഇതിലേതെങ്കിലും ഒന്ന് ഷുവറായിട്ടും വരും. അതിൽ ചിത്രം നിങ്ങൾക്ക് എന്തായാലും വരയ്ക്കാൻ പോകുന്നില്ല, അത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ചിത്രം വരയ്ക്കാൻ പോകുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. അവിടെ ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഈ ടെലിസ്കോപ്പിലും മൈക്രോസ്കോപ്പിലും ഉപയോഗിക്കുന്ന ലെൻസസ് ആര്, അതിലാർക്കാണ് ഫോക്കൽ ലെങ്ത് കൂടുതൽ, പിന്നീട് അതിൻ്റെ വർക്കിങ്ങും ചോദിക്കും. അതല്ലാതെ വേറെ ചിത്രം വരയ്ക്കുന്ന ചോദ്യം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി UV
OVF അതായത് നമ്മളുടെ ലെൻസ് ഇക്വേഷൻ്റെ കേസിൽ അതിൽ ഒരു പ്രോബ്ലം നിങ്ങൾ ഉറപ്പിച്ചോ, ഷുവറാണ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത ടൈപ്പ് വാല്യൂസ് തന്നെ ആയിരിക്കും വരിക. അത് നിങ്ങൾ കാണാം. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒന്ന് കാണുന്ന ചോദ്യമാണ് വരിക. അതിൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് എന്ത് കാണുന്നു, നിങ്ങൾക്ക് ഒന്നെങ്കിൽ യു കാണാൻ എന്തായാലും വരാൻ ചാൻസ് കുറവാണ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് FO അല്ലെങ്കിൽ VU ആണ്. ഈ ടൈപ്പ് പ്രോബ്ലങ്ങളാണ് നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത് കേട്ടോ. റെഡി, ഇനി തേർഡ് ചാപ്റ്റർ. ഓക്കെ മോൺ, നമ്മളെ തേർഡ് ചാപ്റ്റർ മൂന്നാമത്തെ പാഠത്തിന്റെ പേരാണ് വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. അതിന് മുമ്പ് ഞാനൊരു കാര്യം പ്രത്യേകം പറയാണ്, നമ്മൾ ഇനി മുതൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ മാത്സ് ഒക്കെ ടഫാണ്, ഇനിയുള്ള എക്സാമുകളൊക്കെ ടഫായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം എക്സാം കഴിഞ്ഞ ഉടനടി എജുപോർട്ട് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ അതിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫർ ഉണ്ടാവും. അത് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കമന്റ് ബോക്സിൽ ഒരു ഫോം ഉണ്ട്, അത് അങ്ങോട്ട് ക്ലിക്ക് ചെയ്താൽ മതി, രജിസ്റ്റർ ചെയ്താൽ മതി. നമുക്ക് നമ്മളെ മൂന്നാമത്തെ ചാപ്റ്റർ തുടങ്ങാം. ഈ മൂന്നാമത്തെ പാഠത്തിൽ കുറേ പഠിക്കാനുണ്ടെന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. ഇല്ല, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതൊക്കെ ഇറങ്ങി. ഒന്നാമത് ആ പ്രിസത്തിന്റെ ചിത്രം. ഒരു പ്രിസത്തിലേക്ക് ലൈറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെന്താ സംഭവിക്കുക? മേലോട്ടാണോ പോവുക, താഴോട്ടാണോ പോവുക, താഴെ ഏതാ കളറ്, മേലെ ഏതാ കളറ്, ആ ടൈപ്പ് ചോദ്യങ്ങളില്ലേ. എന്തുകൊണ്ടാണ് താഴെ വയലറ്റ് വരാൻ കാരണം, എന്തുകൊണ്ടാണ് മേലെ റെഡ് വരാൻ കാരണം, അങ്ങനെ പ്രിസവുമായി ബന്ധപ്പെട്ട ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു ഭാഗം മഴവില്ലാണ്. മഴവില്ലിൽ നിന്ന് ആകെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ചോദിക്കുക? മഴവില്ലിൻ്റെ താഴെയുള്ള കളർ ഏതാ, മേലുള്ള കളർ ഏതാ, മഴവില്ല് രൂപപ്പെടുമ്പോൾ അതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? 2 അപവർത്തനവും ഒരു ആന്തര പ്രതിപതനം എന്നൊക്കെ അല്ലേ, 2 റിഫ്രാക്ഷൻ ആൻഡ് 1 ഇന്റർ റിഫ്ലക്ഷൻ. അതാണ് അവിടുന്ന് ചോദിക്കുക. മൂന്നാമത്തെ ഒന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. എന്താ മക്കളെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? വൈദ്യുത കാന്തിക സ്പെക്ട്രം. അതിനോട് ചോദിക്കും ആ ആർമിയിൽ എക്സ് ഗാമ എന്നില്ലടാ, ആർക്കാണ് വേവ് ലെങ്ത് കൂടുതൽ, ആർക്കാണ് വേവ് ലെങ്ത് കുറവ്, തരംഗദൈർഘ്യം കൂടുതൽ ആർക്ക്, കുറവ് ആൾക്ക്. പിന്നെ അടുത്ത ഒരു ദിവസം ചോദിക്കും ഏത് മറ്റേ ഇൻഫ്രാറെഡിന്റെ ഉപയോഗം എന്താ, അൾട്രാ വയലറ്റിന്റെ ഉപയോഗം എന്താ, ഇതിൽ ആരാണ് സൂര്യന്റെ ചൂടിന് കാരണം, ഇതിൽ ആരാണ് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത്, അതും കൂടി അവിടെ നിന്ന് പഠിച്ചു വെച്ചാൽ സന്തോഷം സന്തോഷം സന്തോഷം. ഇതാണ് തേർഡ് ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കേട്ടോ. സോ പ്രിസത്തിന്റെ ചിത്രം, റെയിൻബോ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, വൈദ്യുത കാന്തിക സ്പെക്ട്രം. സോ എല്ലാവരും ഈ പാഠഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി അഥവാ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഇത്തിരി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയുള്ള നമ്മുടെ മെഗാ മാരത്തോൺ ലൈവിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കുക. നമ്മൾ സെറ്റാക്കും, നമ്മൾ A+ വാങ്ങിയിരിക്കും. ഓക്കെ, സീ യു ദർ, ബൈ.